ഹലോ, നമുക്കൊരു ചെറിയ മിനി റോസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതുപോലത്തെ നമ്മളെ കോസ്റ്ററിലൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുന്ന റോസ് ഫ്ലവർ ഉണ്ടല്ലോ, ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കാം കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമുക്കൊരു 15 ചെയിൻ ഇടുക കേട്ടോ. 1 2 3 ഇതേപോലെ ഒരു 15 ചെയിൻ ഇടുക. 15 ചെയിൻ ഇട്ടിട്ട് നമുക്ക് ആദ്യത്തെ ഈ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. ആദ്യത്തെ 1 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, തേർഡ് ചെയിനിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് തേർഡ് ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ എടുക്കാം. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലൂടെ ഒരുമിച്ചെടുത്തു. ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ. നമ്മൾ ഈ ഒരു ചെയിനിലായിട്ട് 4 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് വേണ്ടത് കേട്ടോ. ഒരൊറ്റ ചെയിനിൽ 4 എണ്ണം വേണം. അപ്പോൾ നമ്മൾ ആദ്യത്തിൽ 1 ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി വീണ്ടും 3 എണ്ണം കൂടി ചെയ്യണം കേട്ടോ. യാൺ ഓവർ ചെയ്തിട്ട് ഇതേ ചെയിനിലേക്ക് വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് തിരിച്ചെടുത്തു. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലൂടെ ഒരുമിച്ചെടുത്തു. അപ്പം നമ്മുടെ ഈ ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി 2 എണ്ണം കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെയാണ് കേട്ടോ. നാലാമത്തേത് അതേ ചെയിനിൽ കേട്ടോ. ഇനി വീണ്ടും നമുക്ക് ഇപ്പോൾ ഈ ഒരു ചെയിനത്തെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരും. അത് കുഴപ്പമില്ല കേട്ടോ. ഒരു ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടിടത്ത് നമ്മൾ 4 എണ്ണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യണത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത ചെയിനിൽ വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യാം. 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് നോക്കാം. യാൺ ഓവർ ചെയ്യുക. അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. യാൺ ഓവർ ചെയ്തിട്ട് തിരിച്ചെടുത്തു. നമ്മുടെ ഹുക്കിൽ നേരത്തെ പോലെ 3 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലൂടെ ഒരുമിച്ചെടുത്തു. ഇപ്പോൾ ഈ ഒരു ചെയിനിൽ 1 ആയിട്ടുണ്ട്. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. ഇപ്പോൾ ഈ ഒരു ചെയിനിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത ചെയിൻ കണ്ടോ, അങ്ങോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ അടുത്ത ചെയിൻ വലിഞ്ഞു പോകും. പക്ഷേ അങ്ങനെ വലിഞ്ഞു പോയാൽ ആ ചെയിൻ നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാരത് സ്കിപ്പ് ചെയ്ത് പോവാറുണ്ട് കാണാതെ. നോക്കിയിട്ട് ചെയ്യുക കേട്ടോ, ചെയിനൊന്നും സ്കിപ്പ് ആവാതെ. മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ രണ്ടാമത്തെ ചെയ്തു. മൂന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. നാലാമത്തെ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്പൈറൽ ഷേപ്പിലേക്കാണ് വരിക. ഇപ്പം തന്നെ കണ്ടോ, ഇത് 3 എണ്ണത്തിൽ ചെയ്തപ്പോഴത്തേന് ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊരു സ്പൈറൽ ഷേപ്പിലാണ്. 3 എണ്ണം കൂടി ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സ്പൈറൽ ഷേപ്പിലാണ് കേട്ടോ വരിക. ഒരു 6 എണ്ണത്തിൽ ചെയ്തപ്പോൾ തന്നെ കണ്ടോ, ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പിൽ ഇത് വരുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നിൽ 4 എണ്ണമാണ് ചെയ്യേണ്ടത്, മറന്നു പോകരുത് കേട്ടോ. 1 2 3 4. ഇതേപോലെ എല്ലാത്തിലും 4 എണ്ണം ചെയ്തിട്ടില്ലേന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. എണ്ണീറ്റ് ചെയ്യുക. ഇപ്പം നമ്മളിത് 4 ചെയിനിൽ 4 എണ്ണം വീതം എല്ലാ ചെയിനിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പിലാണ് ഇത് വരിക. ഇനി ഒരു ഇച്ചിരി നീളത്തിൽ യാണ് കട്ട് ചെയ്യുക. ഒരു ഇച്ചിരി അധികം നീളത്തിൽ യാണ് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഹുക്കിൽ നിന്ന് വലിച്ചെടുക്കുക. യാണ് കട്ട് ചെയ്തിട്ടുണ്ട്, ഹുക്കിൽ ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ലോക്കായിട്ട് നിന്നോളും. ഇനി നമുക്കിത് ഒന്ന് ചുറ്റി കൊടുത്തു നോക്കാം. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ചുരുട്ടി ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നീറ്റായിട്ട് ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അപ്പോൾ ഭംഗി ഉണ്ടാവുക. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ, നമ്മൾ കോസ്റ്ററിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫ്ലവർ കേട്ടോ.
ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ റോസ് ഫ്ലവർ ഉള്ളത്. ഇനി ഇത് നമുക്കിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് തുന്നി കൊടുക്കാം കേട്ടോ. തുന്നി കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നീളത്തിൽ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ യാണിൽ നീഡിൽ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. നീഡിൽ കോർത്തിട്ട് ഇതിൻ്റെ ബാക്ക് വശത്തുനിന്ന് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ഫ്ലവറിൻ്റെ ഭംഗിയൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക ഇങ്ങനെ. എന്നിട്ട് പിന്നെ ഇനി അവിടെ നിന്ന് തന്നെ അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ തുന്നി കൊടുക്കുക കേട്ടോ. അതേപോലെ അവിടെ നിന്ന് വീണ്ടും അടുത്ത സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് ഇങ്ങനെ തുന്നി കൊടുക്കുക. ഇവിടുന്ന് ഇതിൻ്റെ അടുത്ത സൈഡിലേക്കും തുന്നി കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ഇത് നീറ്റായിട്ട് നിന്നോളൂ കേട്ടോ. ഒരുപാട് തുന്നിയിട്ട് ഫ്ലവറിൻ്റെ ഭംഗി കളയരുത്. ഇനി എന്ത് ചെയ്യാന്നറിയാം, ഇവിടെ ഇങ്ങനെ ഈ 2 യാൺ ചേർത്തിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ ഫസ്റ്റത്തെ സ്ലിപ്പ് നോട്ട് ഇട്ടപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഭാഗം ഉണ്ടല്ലോ, അതും ചേർത്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇങ്ങനെ ശരിക്കും നിന്നോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ യാൺ ഇപ്പോൾ കട്ട് ചെയ്ത് കളയണ്ട. നമ്മൾ ഇനി കോസ്റ്ററൊക്കെ ചെയ്യുമ്പോൾ അതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യാൺ വെച്ചിട്ട് തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.